ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന ഈശോ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ബൈബിളിൽ യേശുവിനെ വിസ്മയിപ്പിച്ച വ്യക്തി എന്ന രീതിയിലാണ് ശതാധിപനെ അവതരിപ്പിക്കുന്നത്. അധികാരവും ശക്തിയും ഉണ്ടായിരുന്ന ശതാധിപൻ. എന്നാൽ ആ ശതാധിപൻ യേശുവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്: അങ്ങ് ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. സ്നേഹമുള്ളവരെ, സിനഗോഗ് വരെ പണിതുകൊടുത്ത വ്യക്തിയാണ് ആ ശതാധിപൻ. എന്തുകൊണ്ടാണ് യേശുവിനെ തൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ താൻ യോഗ്യനല്ല എന്ന് പറഞ്ഞത്? അതിന് മെയിനായിട്ടുള്ളൊരു കാരണം, തൻ്റെ അധികാരവും തൻ്റെ ശക്തിയും തന്നിൽ അഹങ്കാരം വരുത്തുമോ എന്ന ഒരു ഭയം ശതാധിപനുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്കുള്ളതിൽ കൂടുതലായിട്ട് നാം വലിപ്പം ഭാവിക്കുകയും നമ്മൾ മറ്റുള്ളവരെക്കാൾ മികച്ചവരാണ് എന്ന് കാണിക്കുവാൻ നാം എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത്. ആ സ്ഥാനത്ത് ശതാധിപൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയാണ്. ശതാധിപൻ പറയുന്നു, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മതി. വചനമാണ് സ്നേഹമുള്ളവരെ സൗഖ്യം കൊടുക്കുന്നത്. ആ വചനത്തിൽ വിശ്വസിക്കുവാൻ, വചനത്തെ സ്നേഹിക്കുവാൻ, വചനത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.